കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ചാവശ്ശേരിയിൽ നെയ്യമൃത് സംഘത്തിന്റെ കലശം കുളിപ്പിക്കൽ ചടങ്ങ് നടന്നു. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ചാവശ്ശേരി നെയ്യമൃത് മഠത്തിൽ സംഘം വ്രതനിഷ്ഠയോടെ പ്രവേശിച്ചു. നെയ്യമൃത് സംഘത്തിന്റെ കലശം കുളിപ്പിക്കൽ ചടങ്ങാണ് ഇന്ന് നടന്നത്. മഠം കാരണവർ മാവില നാരായണൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള 12 ഇടങ്ങനാഴിക്കാരാണ് സംഘത്തിലുള്ളത്. വിനോദ്, മോഹനൻ, രാധാകൃഷ്ണൻ, മനോജ്, ദാസൻ, മഹേഷ്, സുജിത്ത്, സനേഷ്, സുരേഷ്, അനിൽ, പ്രജൂൺ തുടങ്ങിയവരാണ് ചാവശ്ശേരി മഠത്തിൽ പ്രവേശിച്ചത്. നിഷ്ഠയോടെയുള്ള വ്രതാനുഷ്ഠാനങ്ങളിലാണ് സംഘാംഗങ്ങൾ. ചടങ്ങുകൾക്കായി പുറത്തിറങ്ങാതെ മഠത്തിൽ തന്നെ കഴിയുന്ന ഇവർ കുളിക്കുന്നതിന് മാത്രമായാണ് ഇനി പുറത്തു പോവുക. നാളെ നീരെഴുന്നള്ളത്ത് ചടങ്ങുകൾ നടക്കും. ഇതിന്റെ ഭാഗമായി ചെണക്കൽ ചടങ്ങ്, ഓങ്കാരമുഴക്കലും ഉണ്ടാകും. തുടർന്ന് ഇന്നു മുതൽ 7ാമത്തെ ദിവസമായ മെയ് 28-ന് സംഘം കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. 28 ദിവസം വ്രതം. അതില് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വെപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അതില് നമ്മള് നെയ്യമൃതക്കാർ ഒരുമിച്ച് കൂട്ടായി ചേർന്ന്, നെയ്യമൃതിനുള്ളവർ, വ്രതത്തിലുള്ളവർ മാത്രം കൂട്ടായി ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതാണ് വേറെ വെപ്പ് ചടങ്ങ്. അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞാൽ മഠത്തിൽ കയറി നമ്പൂരി വന്ന് കലശം പൂരിച്ച് നമ്മളെ കലശം കുളിപ്പിച്ച് മഠത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്യാടി കഴിഞ്ഞവരെ നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അതായത് വീടുകളിലോ ആവശ്യത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല. നേരിട്ട് ഇവിടുന്ന് കൊട്ടിയൂർ പോയി ആ നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വേറെ ആൾ തൊടവാനും പറ്റുള്ളൂ. അതുപോലെ വേറെ സ്ഥലത്തും പോകാൻ പറ്റും. അപ്പോൾ ഒരു 28 ദിവസമാണ് മൊത്തത്തിൽ ഈ ഒരു വ്രതം വരുന്നത്. കൊട്ടിയൂർ ഉത്സവം എത്രയാണോ അതിനനുസരിച്ച് നമ്മളെ വ്രതവും ഇതിനകത്ത് ഉണ്ടാവും. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.